ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോളിവുഡ്. OTTയിൽ റിലീസാകാൻ പോകുന്നതുമായ മൂവികളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഒരു തമിഴ് മൂവിയാണ് പരുന്ത് പോ. ശിവ, ഗ്രേസ് ആന്റണി, അഞ്ജലി, മിഥുൽ റിയാൻ, അജു വർഗീസ്, വിജയ് യേശുദാസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങൾക്ക് റാം സംവിധാനം ചെയ്ത സിനിമയാണ് പരുന്ത് പോ. ഇത് മികച്ച നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇതിൽ കോമഡിയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ വരുന്ന ഓഗസ്റ്റ് 4 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് കണ്ണപ്പ. വിഷ്ണു മഞ്ജു, മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് കണ്ണപ്പ. കീരാത എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. കണ്ണപ്പ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി OTTയിൽ ലഭ്യമാണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ് ഹൗസ്ഫുൾ 5. അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തരുൺ മൻസുഖാനി രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ഹൗസ്ഫുൾ 5. ഇതൊരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 1 ഇത് റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 1 ഇത് റിലീസ് ചെയ്യും. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്ക് ഇത് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത മൂവി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി S വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസംബന്ധം ബന്ധുമിത്രാദികൾ. തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നത്. അവിടെ സാവിത്രി അമ്മയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. മകൾ, മരുമകൻ, പേരക്കുട്ടി 5 വിവാഹ നിശ്ചയം അടുത്തു വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയത്ത് ഒരു മരണം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഇത് ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ 30 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് 1 ഇത് റിലീസിനെത്തും. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.